ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസാദ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. രാവിലെ തന്നെ ഏട്ടൻ നനയ്ക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ ഇന്ന് ഭയങ്കര ചൂടല്ലേ, ഒരു 7 മണി 7:30 നേരം ആയിട്ടുള്ളൂ കേട്ടോ. കണ്ടുവോ, അപ്പോഴേക്കും എന്താ വെയിലല്ലേ മുറ്റത്ത്. അപ്പം ഏട്ടനോട് ഹായ് പറയാൻ പറഞ്ഞപ്പോ കൈ ഉയർത്തി കാണിച്ചതാണ് കേട്ടോ. അതാ ഞാൻ ഇവിടെ ചില നന്ദിയാർവട്ടം, തുളസി ഇതല്ലാണ്ട്. അപ്പൊ അതൊക്കെ ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് പോയി കഴിഞ്ഞാൽ പോയോണാ. നല്ല ചൂടല്ലേ, 37 38 ആയല്ലോ. അപ്പൊ നമുക്ക് അതിന്റെ അനങ്ങാൻ പറ്റാത്ത അത്ര ചൂടുണ്ട്. വിയർക്ക അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോകുമ്പോഴേക്കും നമ്മള് വിയർത്ത് കുളിച്ചിട്ടുണ്ടാവും. പിന്നെ ഫോഴ്സ് ഒക്കെ കുറഞ്ഞു തുടങ്ങി. വെള്ളം ഇങ്ങനെ നമ്മൾ ഓസുകളിട്ട് നനയ്ക്കുമ്പോ വലിയ കാര്യമായിട്ടൊന്നും വെള്ളമൊന്നും അധികം വരണമില്ല. അപ്പം അതിന്റെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ ഏട്ടൻ നനയ്ക്കുന്ന കണ്ടപ്പോ ഒന്ന് സന്തോഷായി. രാവിലെ തന്നെ, അല്ലെങ്കിൽ ഞാൻ ഏട്ടൻ പോയതിന് ശേഷമാണ് ഒന്ന് നനയ്ക്കാറ്. അപ്പൊ ഇന്ന് നേരത്തോടെ ഏട്ടൻ നനയ്ക്കാൻ തുടങ്ങിയപ്പോ തന്നെ വലിയൊരു സമാധാനം. അപ്പം ഞാനൊന്ന് വേഗം എന്നിട്ട് കിച്ചണിലേക്ക് പോവാണ് കേട്ടോ. അതാ ചായയൊക്കെ റെഡിയായി വെച്ചിട്ടുണ്ട്. അപ്പം അത് ചൂടാറാനൊക്കെ ആയിട്ട് ഒഴിച്ചു വെച്ചതാണ് ഞങ്ങൾക്ക് 2 പേർക്കുള്ള ചായ. അങ്ങനെ അതിന്റെ ഒരു പരിപാടി. അപ്പൊ ഒന്ന് മൊളൂഷിയാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. മത്തങ്ങ കൊണ്ടുള്ള ഒരു മൊളൂഷിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പൊ ഇത് ഞങ്ങൾ കുറച്ച് നാളായി മത്തങ്ങ മേടിച്ചിട്ട്. അപ്പൊ അതിങ്ങനെ പകുതീശ മുറിച്ച് എടുക്കാണ്. അപ്പൊ ഇതായി വീണ്ടും ഒരു കഷ്ണം കൂടി ബാക്കി വന്നത് കൊണ്ടു വെച്ചു. അപ്പൊ നുറുക്കിയിട്ട് ഇതാ ഇതുപോലെ ചതുര കഷ്ണങ്ങളായിട്ട് നുറുക്കിയതിന് ശേഷം നമുക്കത് കഴുകിയിട്ട് വൃത്തിയാക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. ഇതാ പരിപ്പ് ഞാൻ നല്ലപോലെ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. പരിപ്പ് ഇങ്ങനെ നല്ലപോലെ വേവിച്ച് ഇറക്കി വെച്ചിരിക്കുക. അപ്പൊ ഇനി ഞാൻ ഇടുന്നത് മുളകുശത്തില് പുളി, മത്തങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, വറ്റൽമുളക്, പിന്നെ ഉലുവ, കടുക് ഇതെല്ലാം ചേർക്കുന്നുണ്ട്. അങ്ങനെ കായപൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇതില്. അപ്പൊ അതെല്ലാം ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിരിക്കുക. ഇനി പെട്ടെന്ന് അങ്ങോട്ട് നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരു ആളും കൂടി എത്തിട്ടോ. കണ്ടോ, ഇരിക്കുന്നത് കണ്ടോ, നന്നായിട്ടില്ലേ. അങ്ങനെ പരിപ്പ് വെന്തു. അപ്പൊ ആ കല അങ്ങ് തുറന്നു വെച്ചിട്ട് ഒരു കയ്യിലെടുത്തിട്ട് നല്ല പോലെ ഉടച്ചെടുക്കാം കേട്ടോ. അതായത് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉടച്ചേക്കും. വല്ലാണ്ട് ഇങ്ങനെ പരിപ്പ് ഇങ്ങനെ വല്ലാണ്ട് വേവാണ്ട് കിടക്കുന്ന പോലെ കിടക്കുന്നത് അത്ര നന്നായിരിക്കില്ല. ബൊളൂഷ്യത്തിന് ഒത്തിരി വെന്തോ പുളിങ്കറിയിലാണെങ്കിൽ ഓക്കെ ആയിരിക്കും കേട്ടോ. അപ്പൊ ഇതേപോലെ ഒന്ന് അത്യാവശ്യമൊക്കെ ഉടച്ചെടുത്തു. കഴുകിയ മത്തങ്ങ അതിലേക്ക് ഇട്ടു. എന്നിട്ട് ഇനി അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉണ്ട്. മത്തങ്ങ പരിപ്പ് വേവിക്കുന്ന മുമ്പ് തന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിച്ചെടുത്തത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചേർക്കണം. പൊടികൾ ഓരോന്നായിട്ട് നമുക്ക് ചേർക്കണം കേട്ടോ. ആദ്യം മത്തങ്ങ ചേർത്തിട്ട് നമ്മൾ പാത്രം അങ്ങനെ വെച്ച് അടുപ്പിൽ തീ ഉണ്ട് കേട്ടോ. അത് അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തത്. മല്ലിപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി അങ്ങ് ചേർത്തു. ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മത്തങ്ങ ഉള്ളത് കൊണ്ട് കൊഴുപ്പുണ്ടാകും, എങ്കിലും 1 സ്പൂൺ അങ്ങോട്ട് ചേർത്തു. പിന്നെ ഞാൻ ചേർത്തത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി അങ്ങ് ചേർത്തു. അത് ഇത്തിരി മഞ്ഞൾപ്പൊടി മത്തങ്ങയിലേക്ക് ഒന്ന് കൂടി ആവാൻ വേണ്ടി ഇത്തിരി നുള്ളിട്ടോ. നല്ല സ്പൂൺ കാണുമ്പോൾ പേടിക്കണ്ട. മുളക് പൊടി അങ്ങ് ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യം പുളിവെള്ളമാണ്. ഇത്രയേ ഉള്ളൂ, ഒരു നെല്ലിക്കയുടെ അത്ര വലിപ്പം പോലും ഇല്ല പുളി. അപ്പം ആ പുളി എടുത്തിട്ട് നല്ലപോലെ ഞെരടി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കണതാണ്. അപ്പൊ അതങ്ങനെ എടുത്തങ്ങ് അങ്ങോട്ട് പീച്ച് അങ്ങ് ഒഴിച്ചു. അതിന്റെ പുളി അങ്ങോട്ട് ഇറങ്ങട്ടെ മത്തങ്ങയിലേക്ക്. അങ്ങനെ അതും ഇറക്കി വെച്ച് നല്ലപോലെ ഉപ്പും ഇട്ട് നമുക്ക് ഇതങ്ങ് മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കണമല്ലോ, അല്ലെങ്കിൽ അത് മത്തങ്ങ വേകുമ്പോൾ പെട്ടെന്ന് അടിയെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നന്നായിട്ട് അത് ഉപ്പും എല്ലാം അതൊന്ന് പുളിയൊക്കെ ഒന്ന് ഇളകട്ടെ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇങ്ങനെ നമുക്കൊരു ഇതേപോലെ ഒരു 4 വിസിൽ അങ്ങ് വരും കേട്ടോ. അങ്ങനെ വിസിൽ വന്നതിന് ശേഷം കുക്കർ അങ്ങ് തുറന്ന് നമുക്കതൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്കത് വീണ്ടും ഒന്ന് ഉടച്ചു കൊടുക്കണം. നമ്മുടെ മത്തങ്ങ ഇങ്ങനെ ഒരു കല്ല് പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ടോ, പുളിയൊക്കെ കൂടി ഒരുമിച്ച് വെന്തതല്ലേ. അപ്പൊ നമുക്കതൊന്ന് ഉടച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് തുറന്നിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുമ്പോഴാണ് ആ പച്ച ചൊവ്വ, പുളിയുടെ ഒരു പച്ച ചൊവ്വയൊക്കെ ഒന്ന് മാറി കിട്ടുള്ളൂ. അപ്പൊ അതൊന്ന്
നമുക്ക് ഒരു ചെറിയൊരു തള വന്നാൽ മതി. അങ്ങനെ അത് ഇളക്കി എടുത്തതിന് ശേഷം നല്ല പോലെ, എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് തിളച്ചതിന് ശേഷം ചീനച്ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം. പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ കലാപരിപാടികൾ തന്നെ. ആസ് യൂഷ്വൽ ആദ്യം കുറച്ച് വെളിച്ചെണ്ണയും ഒഴിക്കുക. ഇത്തിരി അത്യാവശ്യം അങ്ങോട്ട് ആയിക്കോട്ടെ വെളിച്ചെണ്ണ, കുറച്ചങ്ങോട്ട് ആയിക്കോട്ടെ. അതിൽ കടുകിട്ടു, അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഉലുവിട്ടു, അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് വറ്റൽമുളകിട്ടു, പിന്നെ നമുക്ക് ഇത്തിരി കായംപൊടി ചേർക്കാം. കണ്ടോ, കായംപൊടി ചേർത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സുന്ദര കുട്ടപ്പനെ കൂടി ചേർക്കുന്നുണ്ട്, സവാള കുട്ടൻ. അങ്ങനെ സവാള കുട്ടനെ ഇങ്ങനെ ചേർത്ത് അങ്ങ് നല്ല പോലെ സവാള ഒന്ന് വഴഞ്ഞു വന്നോട്ടെ കേട്ടോ. അത് ഇതിലിട്ടിട്ട് ഇങ്ങനെ ശരിക്കും പറഞ്ഞ ഇങ്ങനെ കൊട്ടാൻ പാടില്ല എന്നൊക്കെ പറയും, ഓട്ട വരും പാത്രത്തിന് എന്നൊക്കെയാണ് പറയാ. എന്നാലും ഞാൻ അങ്ങനെ കുത്തി 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 എടുക്കൂട്ടോ. അങ്ങനെ സവാള ഇങ്ങനെ വഴറ്റി എടുക്കണം. അങ്ങനെ വഴണ്ടു വരുന്ന സവാള നമുക്കിങ്ങനെ സവാള ഇങ്ങനെ വഴഞ്ചു വന്നോളാം കേട്ടോ. ഇതിന്റെ ഇടയിൽ എന്താ പറയാ, വേറെ ഒന്നിലേക്കും ചെയ്യാൻ പറ്റില്ല. ചീനച്ചട്ടി ഭയങ്കര ചെറിയ ചീനച്ചട്ടിയാണ്, അപ്പൊ ചൂട് പിടിച്ചങ്ങ് മാറും. അതുകൊണ്ട് തൊട്ടടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഇതിനൊന്ന് മൊരിയാൻ സമയിക്കാണ്ട് ഞാൻ ഇളക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. അതിങ്ങനെ ഇളക്കി നിൽക്കുന്നത്. ഒന്ന് നീങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ അടി പിടിച്ചു പോയാലോ എന്നുള്ള ഒരു ചിലപ്പോൾ പെട്ടെന്ന് പുക വരും. നൈസായിട്ടുള്ള ചീനച്ചട്ടിയല്ലേ, അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാനത് വേഗം തന്നെ ഇങ്ങനെ ഇളക്കി ഇങ്ങനെ നിൽക്കുന്നത്. ഒരു മിനിറ്റ് ഒന്ന് സമയം കൊടുത്താൽ ചിലപ്പോ അത് മാറി കിട്ടിയിരിക്കും. അപ്പൊ അങ്ങനെ അത് ഇങ്ങനെ എടുത്തു പാത്രം ഇങ്ങോട്ട് മാറ്റി ആ പാത്രത്തിൽ നിന്ന് ഈ പാത്രത്തിൽ എന്ന് പറഞ്ഞൊരു ശബ്ദങ്ങൾ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞതാ ചീനച്ചട്ടി അങ്ങ് കാച്ചി അങ്ങ് എടുക്കണം കേട്ടോ. അങ്ങനെ ചീനച്ചട്ടിന്ന് എടുത്ത് ഒന്ന് കുറുകി ഒരു പരിവാവണം. ഇനി ഒന്ന് തിളച്ചോട്ടെ, അപ്പോഴാണ് അതിന്റെ ആ സത്തൊക്കെ ഒന്ന് ഇറങ്ങാം. നമ്മള് അങ്ങനെ തന്നെ മൂടി വെച്ചാലും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ മുളൂശിയൊക്കെ വെക്കുമ്പോ കുറച്ച് ഉപ്പ് ഞാൻ ചേർത്താണ്. ഒരു തളയൊന്ന് വരുന്നത് വരെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ചീനച്ചട്ടി പാത്രം. അപ്പൊ അങ്ങനെ അത് ഇത്തിരി വെള്ളം പൊടി മിക്സ് ചെയ്തു അറിയാലോ, മത്തങ്ങ ഇങ്ങനെ കുറുകി കഴിഞ്ഞാൽ ഒന്നുകൂടി കട്ട വെക്കും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് ആ പാത്രം ഇങ്ങനെ തള വരുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കാണ് കേട്ടോ. അപ്പം തള അത്യാവശ്യമൊക്കെ വന്നു തുടങ്ങി, ഒന്ന് തിളച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിൽക്കണത്. ഞാനിതിന്റെ ഇടയിൽ പാത്രം കഴുകുതാ അതേ പോണു, അതിലേ പോണ്ട് ഇതിലേ വരുന്നുണ്ട്, പോകുന്നുണ്ട്, ഇതിലേക്ക് പോകുന്നുണ്ട്. ഞാൻ ഓരോ പണികൾ അതിന്റെ ഒപ്പം ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ തിളക്കില്ലേ, അതിന്റെ ഇടയിൽ നമുക്ക് ചിലപ്പോൾ ഏട്ടന്റെ പാത്രങ്ങൾ കഴുകി വെക്കാനുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ നന്നായി കഴുകി നമ്മളഞ്ഞി അത് തുടയ്ക്കാനൊക്കെ ആയിട്ട് ഞാനത് തുടച്ചു വെക്കുകയൊക്കെയോ. അതിനാണ് കുറച്ച് അങ്ങോട്ട് ഒന്ന് ചാടിപ്പോയത് ഞാൻ അകത്തോട്ട്. അവിടെ കൊണ്ടുപോതാ ചേട്ടൻ എല്ലാവരും ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ തിരിച്ചെത്തി നമ്മുടെ കുക്കർ അങ്ങോട്ട് ഓഫ് ചെയ്യാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ. മുളൂഷ റെഡി. ടാറ്റാ ബൈ. ജിന്ദി പ്രസ